പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ സിവിൽ പോലീസ് ഓഫീസർ, വിമൻ സിവിൽ പോലീസ് ഓഫീസർ, ഇന്ത്യ റിസർവ് ബറ്റാലിയന്റെയൊക്കെ ഒരു സ്പെഷ്യൽ ടോപ്പിക്കിന്റെ മോക്ക് ടെസ്റ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്യുക, കയ്യിലൊരു പേപ്പറും പേനയായിട്ടിരിക്കുക. 20 ചോദ്യങ്ങൾ ഇതിനകത്തുണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു മോക്ക് ടെസ്റ്റ് പോലെ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന 20 ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും കയ്യിലൊരു പേപ്പറും പേനയൊക്കെ ആയിട്ടിരിക്കുക. എത്ര മാർക്ക് കിട്ടുന്നു എന്നുള്ള കാര്യം നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു മോക്ക് ടെസ്റ്റ് സീരീസ് നമുക്കിനി കണ്ടിന്യൂ ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പൊ നിങ്ങളുടെ റെസ്പോൺസ് അനുസരിച്ച് ഇതുപോലുള്ള സ്പെഷ്യൽ ടോപ്പിക്കിന്റെ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ഇനിയും കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും സംസാരിച്ച സമയം കളയേണ്ട, ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അതിനു മുന്നേ നോളജ് ഫാക്ടറി PSC എന്ന് പറയുന്ന ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇതുവരെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ പോലീസ് എക്സാംസ് ഒക്കെ എഴുതാൻ പോകുന്ന കൂട്ടുകാരിലേക്ക് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് തന്നെ കടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: കേരള പോലീസ് ആക്ടില്, നമ്മുടെ കേരള പോലീസ് ആക്ട് ഉണ്ടല്ലോ, KPA, അതിൽ തന്നെ പോലീസിന്റെ ചുമതലയെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതെന്നാണ് ചോദ്യം. ശ്രദ്ധിക്കുക, കേരള പോലീസ് ആക്ടില് കേരള പോലീസിന്റെ ചുമതലയെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? ഉത്തരം കിട്ടിയോ? ഒന്നാമത്തെ ചോദ്യത്തിന്റെ ശരി ഉത്തരം കിട്ടിയോ? ഓക്കെ അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കേരള പോലീസ് ആക്ടിൽ കേരള പോലീസിന്റെ ചുമതലയെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് എന്ന് ചോദിച്ചാൽ നമ്മൾ ഏതാണ് ഉത്തരം പറയുക? ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം വരുന്നത്. വകുപ്പ് 4 ആണ് അല്ലെ. കേരള പോലീസ് ആക്ടിലെ കേരള പോലീസിന്റെ ചുമതലയെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? വകുപ്പ് 4 ആണ്. സെറ്റാണേ. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് ഞാൻ കടക്കുന്നു. രണ്ടാമത്തെ ചോദ്യം ഇതാ: താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഇങ്ങനത്തെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പരീക്ഷയ്ക്ക്, മെയിൻസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാനായിട്ട് കഴിയും. ഓക്കെ, അപ്പൊ നമ്മുടെ ചോദ്യം ഇതാണ്: BNSലെ ആകെ വകുപ്പുകളുടെ എണ്ണം 328 ആണെന്ന് പറയുന്നുണ്ട്. BNSലെ ആകെ അധ്യായങ്ങളുടെ എണ്ണം 21 ആണെന്നും പറയുന്നു. ഈ പ്രസ്താവനകളിൽ ഏതാണ് ശരി, ഏതൊക്കെയാണ് തെറ്റ്? ഉത്തരം കണ്ടെത്താനായിട്ട് പെട്ടെന്ന് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ശരി ഉത്തരം കിട്ടിയെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനായിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക, ഉത്തരം കണ്ടെത്തുക കേട്ടോ. അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിന്റെ ശരി ഉത്തരം കിട്ടിയെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഉത്തരത്തിലേക്ക് ഞാൻ കിടക്കുകയാണ്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? രണ്ട് ഓപ്ഷനും തെറ്റാണ് അല്ലെ. അപ്പൊ ഓപ്ഷൻ സി ആണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ 1ഉം ഓപ്ഷൻ 2ഉം എന്ത് തന്നെയാണ്? തെറ്റ് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് നിങ്ങളുടെ ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, BNSൽ എത്ര വകുപ്പുകളുണ്ട്? എത്ര വകുപ്പുകളുണ്ട്, എത്ര അധ്യായങ്ങളുണ്ട് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് ഇടുക കേട്ടോ. ആ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും ഇപ്പൊ തന്നെ ചെയ്യുക. അപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സീരീസ് നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകും. ഓക്കെ, അത് നിങ്ങൾക്ക് യൂസ് ആവും, നല്ല രീതിയിൽ യൂസ് ആവും കേട്ടോ. അപ്പൊ എത്ര വകുപ്പുകളുണ്ട്, എത്ര അധ്യായങ്ങളുണ്ടെന്ന് എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് ഇടുക. അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിന്റെ ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. സെറ്റാണേ. അടുത്ത ചോദ്യത്തിലേക്ക് ഞാൻ കിടക്കുന്നു. മൂന്നാമത്തെ ചോദ്യം ഇതാ: NDPS ആക്ട് പ്രകാരം അറസ്റ്റിന് ശേഷം എത്ര വർഷം മുമ്പ് വരെയുള്ള സ്വത്തുക്കളാണ് നമ്മുടെ 68F പ്രകാരം കണ്ടുകെട്ടുന്നതെന്നാണ് ചോദ്യം. NDPS ആക്ടിനകത്ത് പറയുന്നതാണ്, NDPS ആക്ട്, നാർക്കോട്ടിക്സ് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട്, അതില് വസ്തുവകകൾ കണ്ടുകെട്ടുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് 68F പ്രകാരമുള്ള വകുപ്പാണ്. ചോദ്യം ഇതാണ്: NDPSന്റെ ആക്ട് പ്രകാരം അറസ്റ്റിന് ശേഷം എത്ര വർഷം മുമ്പ് വരെയുള്ള സ്വത്തിനെയാണ് 68F പ്രകാരം കണ്ടുകെട്ടുന്നതെന്നാണ് നമ്മുടെ മൂന്നാമത്തെ ചോദ്യം. ഉത്തരം കിട്ടിയോ? മൂന്നാമത്തെ ചോദ്യത്തിന്റെ ശരി ഉത്തരം കിട്ടിയോ? ഓക്കെ, കിട്ടിയെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഞാൻ ഉത്തരത്തിലേക്ക് കടക്കുന്നു. ഓപ്ഷൻ ഏതാണ് ശരി ഉത്തരം വരുന്നത്? നമ്മുടെ മൂന്നാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആണ് അല്ലെ. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം വരുന്നത്. 6 ആണ്. 6 വർഷമാണ് കേട്ടോ. 6 years എന്ന് പറയുന്ന 6 ആണ് ഇതിന്റെ ഉത്തരം വരുന്നത്. ഇതില് ACBD എന്നാണ്, ഇതിൽ ബി ആണ് ഉത്തരം വരുന്നത് കേട്ടോ. 6 ആണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുന്നത് നമ്മുടെ നാലാമത്തെ ചോദ്യമാണ്. പോക്സോ ആക്ട് പ്രകാരം നമ്മുടെ പ്രതിയിൽ നിന്നും ലഭിക്കുന്ന നഷ്ടപരിഹാര തുക ഇരയുടെ പുനരധിവാസത്തിന് ഉപയോഗിക്കണമെന്ന് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? ഓക്കെ, പോസ്കോ ആക്ട് പ്രകാരം പ്രതിയിൽ നിന്നും ലഭിക്കുന്ന നഷ്ടപരിഹാരത്തിന്റെ തുക പുനരധിവാസത്തിന് ഉപയോഗിക്കണമെന്ന് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതെന്നാണ് നമ്മുടെ നാലാമത്തെ ചോദ്യം. ഉത്തരം കിട്ടിയോ? നാലാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം കിട്ടിയോ? കിട്ടിയല്ലോ. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. അപ്പൊ ഉത്തരം കിട്ടിയെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം വരുന്നത്. 6ൽ 2 ആണ്. പോസ്കോ ആക്ടിലെ 6ൽ 2 ആണ് എന്ത് ചെയ്യുന്നത്? പ്രതിയുടെ കയ്യിൽ നിന്നും ലഭിക്കുന്ന നഷ്ടപരിഹാരം ഇരയുടെ പുനരധിവാസത്തിന് ഉപയോഗിക്കണം എന്ന് പ്രതിപാദിക്കുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുന്നു നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം. BNS നിയമപ്രകാരം പുതുതായി നിലവിൽ വന്ന ശിക്ഷാരീതി ഏതാണ്? അല്ലെ, നമുക്കറിയാം ഈ പറയുന്നവയിൽ ഒരെണ്ണം എന്താണ്? പുതുതായിട്ട് നിലവിൽ വന്ന ശിക്ഷാരീതിയാണ്. ഏതാണ് അതെന്നാണ് ചോദ്യം.
പിഴയാണോ, മരണം വരെ വധശിക്ഷയാണോ, ജീവപര്യന്തമാണോ, സാമൂഹിക സേവനമാണോ? സിമ്പിൾ ആണ്, നിങ്ങൾക്ക് അറിയാം. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം വരുന്നത്. സാമൂഹിക സേവനമാണ്. ഓക്കെ, തെറ്റല്ലേ? അപ്പൊ നമുക്ക് ആറാമത്തെ ചോദ്യത്തിലേക്ക് തന്നെ കിടക്കാം. നിയമപരമായി ഏതെങ്കിലും ഒരു ഉദ്ദേശം നിറവേറ്റുന്നതിന് വേണ്ടി അല്ലാതെ പോലീസ് ഉദ്യോഗസ്ഥൻ ആർക്കെങ്കിലും എതിരെ ഒരു ബലപ്രയോഗം നടത്തുവാനോ നിയമ നടപടികൾ സ്വീകരിക്കാനോ അല്ലെങ്കിൽ ഇവ രണ്ടും സ്വീകരിക്കുമെന്ന് ഭീഷണിപ്പെടുത്താനോ പാടില്ല എന്ന് പ്രതിപാദിക്കുന്ന കേരള പോലീസ് ആക്ടിലെ വകുപ്പ് ഏതാണ്? കാര്യം കിട്ടിയല്ലോ. എന്താണ്? നിയമപരമായിട്ട് എന്തെങ്കിലും ഒരു ഉദ്ദേശം നിറവേറ്റുന്നതിന് വേണ്ടിയല്ലാതെ പോലീസുകാർ എന്ത് ചെയ്യാൻ പാടില്ല? ബലപ്രയോഗം നടത്താനോ നിയമ നടപടികൾ സ്വീകരിക്കുമല്ലെങ്കിൽ ഇവ രണ്ടും സ്വീകരിക്കുമെന്ന് ഭീഷണിപ്പെടുത്താനോ പാടില്ല എന്ന് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതെന്നാണ് നമ്മുടെ ആറാമത്തെ ചോദ്യം. ഉത്തരം കിട്ടിയോ? ആറാമത്തെ ചോദ്യത്തിന്റെ ശരി ഉത്തരം കിട്ടിയോ? ഏതാണ് ശരി ഉത്തരം വരുന്നത്? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം വരുന്നത്. വകുപ്പ് 29-ലാണ് ഇങ്ങനെ പറയുന്നത്. സെറ്റാണേ? അപ്പൊ 6 ചോദ്യങ്ങൾ ഓക്കെ ആണെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അടുത്ത ചോദ്യം നമുക്ക് 7ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. 7ാമത്തെ ചോദ്യം ഇതാണ്. പോക്സോ ആക്ടിലെ ആകെ വകുപ്പുകളുടെ എണ്ണം എത്രയാണ്? ഓക്കെ, അപ്പൊ ഉത്തരം കിട്ടിയെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. 7ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്ന ഓപ്ഷൻ സി ആണ്, 46 ആണ് അല്ലെ. പോക്സോ ആക്ടിലെ വകുപ്പുകളുടെ എണ്ണം എത്രയാണ്? 46 ആണ്. ഓക്കെ, അടുത്ത 8ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. കേരള പോലീസ് ആക്ട് ഗസറ്റിൽ പബ്ലിഷ് ചെയ്തത് എന്നാണ്? കേരള പോലീസ് ആക്ട് ഗസറ്റിൽ പബ്ലിഷ് ചെയ്തത് എന്നാണ്? കിട്ടിയോ? 8ാമത്തെ ചോദ്യം. ഇതിൽ മൂന്ന് ഓപ്ഷൻസ് ഞാൻ കൊടുത്തിട്ടുള്ളൂ. 3 നിങ്ങൾ നോക്കിയാൽ മതി. ഇതിനകത്ത് തന്നെ ഉത്തരമുണ്ട്. ഓക്കെ, നമുക്ക് ഉത്തരത്തിലേക്ക് കടക്കാം. അതിനു മുന്നേ നമ്മുടെ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് കൂടി അറിയിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ 8ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്ന ഏതാണ്? 8ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം ഓപ്ഷൻ സി ആണ് അല്ലെ. 2011 ജനുവരി 31-നാണ് അല്ലെ കേരള പോലീസ് ആക്ട് ഗസറ്റിൽ പബ്ലിഷ് ചെയ്തതെന്ന് ചോദിച്ചാൽ 2011 ജനുവരി 31-നാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുന്നു നമ്മുടെ 9ാമത്തെ ചോദ്യം. ഒരു ഇലക്ട്രോണിക് മാധ്യമത്തിലെ ശരിയായ രേഖകൾ നീക്കം ചെയ്യുകയോ തെറ്റായ വിവരങ്ങൾ കൂട്ടിച്ചേർക്കുകയോ ചെയ്യുന്നതിനെ പറയുന്ന പേരെന്താണ്? എന്താണ്? ഒരു ഇലക്ട്രോണിക് ഡേറ്റയിലെ ശരിയായ വിവരങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു, പകരം അവിടെ എന്ത് ചെയ്തു? തെറ്റായ വിവരങ്ങൾ ആഡ് ചെയ്തു. അതിനെ പറയുന്ന പേരെന്തെന്നാണ് നമ്മുടെ 9ാമത്തെ ചോദ്യം. ഉത്തരം കിട്ടിയോ? 9ാമത്തെ ചോദ്യത്തിന്റെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഉത്തരം കിട്ടിയോ? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, സൈബർ ടാമ്പറിംഗ് ആണ് കേട്ടോ. സൈബർ ടാമ്പറിംഗ് ആണ്. സെറ്റ് അല്ലേ? 9 ചോദ്യം ഓക്കെ അല്ലേ? അടുത്ത നമുക്ക് നമ്മുടെ 10ാമത്തെ ചോദ്യത്തിലേക്ക് തന്നെ കിടക്കാം. 10ാമത്തെ ചോദ്യം ഇതാണ്. കേരളത്തിലെ BNS പ്രകാരമുള്ള ആദ്യത്തെ കേസ് റിപ്പോർട്ട് ചെയ്ത ജില്ല ഏതാണ്? കേരളത്തിലെ നമ്മുടെ BNS പ്രകാരമുള്ള ആദ്യത്തെ കേസ് റിപ്പോർട്ട് ചെയ്ത ജില്ല ഏതെന്നാണ് നമ്മുടെ 10ാമത്തെ ചോദ്യം. ഉത്തരം കിട്ടിയോ? BNS പ്രകാരമുള്ള ആദ്യത്തെ കേസ് റിപ്പോർട്ട് ചെയ്ത ജില്ല ഏതാണ്? ഉത്തരം കിട്ടിയോ? ഏതാണ്? മലപ്പുറമാണ് അല്ലെ. മലപ്പുറമാണ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. സെറ്റാണേ? അടുത്ത നമ്മുടെ 11ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. അതിനു മുന്നേ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയട്ടെ. നമ്മുടെ CPOയുടെ ക്രാഷ് കോഴ്സ് നിലവിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? എത്രയും വേഗം തന്നെ നമ്മുടെ CPO ക്രാഷ് കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇന്ന് മുതൽ നിങ്ങൾക്ക് നമ്മുടെ ക്രാഷ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ഫെസിലിറ്റി അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ക്രാഷ് കോഴ്സിന് നിലവിൽ നമ്മൾ നേരത്തെ 600 ആണ് പേയ്മെന്റ് ഇട്ടിരുന്നത്. നിലവിൽ ആ 600 പേയ്മെന്റ് മാറ്റിയിട്ട് ഇപ്പോൾ നിലവിൽ പേയ്മെന്റ് ആയിട്ട് വരുന്നത് 450 രൂപയാണ്. അപ്പോൾ ഇത് വളരെ കുറച്ച് ദിവസത്തേക്ക് മാത്രമേ ഈ ഒരു ഓഫർ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ആരെങ്കിലും ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും വേഗം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ക്രാഷ് കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 450 രൂപ പേയ്മെന്റ് ചെയ്യേണ്ട നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. 996161699272. ഈ നമ്പറിൽ നിങ്ങൾ പേയ്മെന്റ് ചെയ്തിട്ട് ഇതേ നമ്പറിൽ തന്നെ എന്ത് ചെയ്താൽ മതി? വാട്സപ്പിൽ ആ പേയ്മെന്റിന്റെ സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ നിങ്ങൾ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും കേട്ടോ. അപ്പോൾ എന്തായാലും എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നമ്മുടെ 11ാമത്തെ ചോദ്യം. 3ാം കക്ഷിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന വിവരാവകാശ നിയമത്തിന്റെ സെക്ഷൻ ഏതാണ്? 3ാം കക്ഷിയുമായി ബന്ധപ്പെട്ട വിവരം കിട്ടിയോ? 3ാം കക്ഷിയുമായി ബന്ധപ്പെട്ട വിവരം ഏതാണ്? ഉത്തരം വരുന്നത് 11. ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ്. 3ാം കക്ഷിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. വിവര സാങ്കേതിക വിദ്യാ നിയമത്തിലെ 66C എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? IT ആക്ടിലെ 66C എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് നമ്മുടെ ചോദ്യം. ഉത്തരം അറിയാമോ? IT ആക്ടിലെ 66C എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കിട്ടിയോ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഉത്തരം കിട്ടിയെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് അല്ലെ. സി എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റി തെഫ്റ്റ് ആണ് കേട്ടോ. ഐഡന്റിറ്റി മോഷണം അല്ലെങ്കിൽ ഐഡന്റിറ്റി തെഫ്റ്റ് ആണ്. സെറ്റ് ആണേ? അടുത്ത ചോദ്യം നമ്മുടെ 13ാമത്തെ ചോദ്യം.
കേരളത്തില് നിലവിലെ പോലീസ് ജില്ലകളുടെ എണ്ണം എത്രയാണ്? കേരളത്തിൽ നിലവിൽ പോലീസ് ജില്ലകളുടെ എണ്ണം എത്രയാണ്? അറിയാമോ? കേരളത്തിൽ നിലവിൽ എത്ര പോലീസ് ജില്ലകളുണ്ട്? 13ാമത്തെ ചോദ്യം. കിട്ടിയോ? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം വരുന്നത്. 20 ആണ്. കേരളത്തിൽ നിലവിൽ എത്ര പോലീസ് ജില്ലകളുണ്ട്? 20 പോലീസ് ജില്ലകളാണ് നിലവിലുള്ളത്. കേരളത്തിൽ നിലവിൽ 20 പോലീസ് ജില്ലകളുണ്ട്. അടുത്ത ചോദ്യം, നമ്മുടെ 14ാമത്തെ ചോദ്യം. 2023 കേരളത്തിലെ മികച്ച പോലീസ് സ്റ്റേഷനുള്ള മുഖ്യമന്ത്രിയുടെ പുരസ്കാരം ലഭിച്ചത് ഏത് പോലീസ് സ്റ്റേഷനാണ്? 2023 കേരളത്തിലെ മികച്ച പോലീസ് സ്റ്റേഷനുള്ള മുഖ്യമന്ത്രിയുടെ പുരസ്കാരം ലഭിച്ചത് ഏത് പോലീസ് സ്റ്റേഷനാണ്? കിട്ടിയോ? ഉത്തരം കിട്ടിയോ? ഓപ്ഷൻ ഡി എഴുതുന്നവർക്ക് ശരി ഉത്തരം തലശ്ശേരി പോലീസ് സ്റ്റേഷൻ ആണ് കേട്ടോ. ഏതാണ്? തലശ്ശേരി പോലീസ് സ്റ്റേഷനാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുന്നു, നമ്മുടെ 15ാമത്തെ ചോദ്യം. കേരള പോലീസ് ആക്ടിലെ ആകെ വകുപ്പുകളുടെ എണ്ണം എത്രയാണ്? കേരള പോലീസ് ആക്ടിലെ ആകെ വകുപ്പുകളുടെ എണ്ണം എത്രയാണ്? കിട്ടിയോ? എത്ര വകുപ്പുകളുണ്ട് കേരള പോലീസ് ആക്ടില്? ഉത്തരത്തിലേക്ക് കടക്കുന്നു. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം വരുന്നത്. 131 ആണ്. 131 വകുപ്പുകളാണ് കേരള പോലീസ് ആക്ടിൽ ഉള്ളത്. അടുത്ത ചോദ്യം, 16ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ കേരളത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരെ അവരുടെ കാലഘട്ടത്തിന്റെ ആരോഹണ ക്രമത്തിൽ ക്രമീകരിക്കാമെന്ന്. അപ്പൊ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരെ എന്ത് ചെയ്യുക? ക്രോണോളജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യുക എന്നാണ് ചോദ്യം. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഉത്തരം കിട്ടിയോ? ഉത്തരം കിട്ടുന്നുണ്ടോ നോക്കിയേ. അറേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ ആ ഒരു അറേഞ്ച്മെന്റ് മനസ്സിലാക്കിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓപ്ഷൻസ് ഇതാണ് വരുന്നത്. ഇതിൽ ആദ്യം വരുന്ന, അല്ലെങ്കിൽ അതിന്റെ ഒരു ആരോഹണ ക്രമത്തിൽ എഴുതുമ്പോൾ ആദ്യം വരുന്ന ആരാണ്? ആദ്യം വരുന്നത് പാലാട്ട് മോഹൻദാസ് ആണ് അല്ലെ? ആദ്യം വരുന്നത് പാലാട്ട് മോഹൻദാസ്. അതിനുശേഷം ആര് വരും? രണ്ടാമത് ആര് വരും? സിബി മാത്യൂസ് വരും കേട്ടോ. സിബി മാത്യു വരും. മൂന്നാമത് ആര് വരും? വിശ്വാസ് മേത്ത വരും. വിശ്വാസ് മേത്ത. ഇപ്പൊ റീസെന്റ് വരുന്ന നാലാമത്തെ ആൾ ആരാണ്? വി ഹരിനായരാണ് അല്ലെ? ആദ്യത്തത് പാലാട്ട് മോഹൻദാസ് ആണ്. അതുപോലെ തന്നെ അവസാനത്തത് വി ഹരിനായർ ആണ് എന്ന് കണ്ടെത്തിയാൽ തന്നെ ഉത്തരം കിട്ടും. കാരണം എന്താണ്? ആദ്യം ഏത് വരും? ആദ്യം വരുന്ന ഏതായിരിക്കും? അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ആദ്യം 2 വരും അല്ലെ? ആദ്യം 2 വരും, അവസാനം 1 വരും. അങ്ങനെ നോക്കുമ്പോൾ തന്നെ ആദ്യം 2 വരും, അവസാനം 1 വരും. നമുക്ക് എന്ത് ചെയ്യും? സിമ്പിൾ ആയിട്ട് ഉത്തരം കിട്ടും. ഏതാണ് ഉത്തരം വരുന്നത്? ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. സിമ്പിൾ അല്ലേ? പാലാട്ട് മോഹൻദാസ്, സി ബി മാത്യു, വിശ്വാസ് മേത്ത, പി ഹരിനായർ. സെറ്റ് ആണെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. BNS-ലെ സെക്ഷൻ 2-ൽ 4 എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു? പഠിപ്പിച്ച കാര്യങ്ങൾ തന്നെയാണ്. 2-ൽ 4 എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞു 2ന്റെ കോപ്പിയാണ് 4 എന്ന് പറയുന്നത് അല്ലെ? 2ന്റെ മൾട്ടിപ്പിൾ അല്ലേ? കോപ്പി അല്ലേ? അപ്പൊ 2ന്റെ കോപ്പിയാണ്. ദാറ്റ് മീൻസ് വ്യാജനാണ് അല്ലെ? അപ്പൊ 17ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ശരി ഉത്തരം വരുന്നത് വ്യാജനാണ്. ഓക്കെ, അപ്പൊ 17ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ് കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാൻ നമ്മുടെ 18ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. താഴെ പറയുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്ഥാപനം ഏതാണെന്ന് തിരിച്ചറിയുക. ഓക്കെ, കുറച്ച് ക്ലൂസ് പറയും. ഏതാണ് സ്ഥാപനം? ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഒന്നാമത്തെ അതിന്റെ ഓപ്ഷൻസ് ഇതൊക്കെയാണ്. 1986 മാർച്ച് 17 രൂപം കൊള്ളുന്നത്. NDPS ആക്ടിലെ വകുപ്പ് 4-ൽ 3 പ്രകാരമാണ് രൂപീകൃതമാകുന്നത്. അതുപോലെ തന്നെ ആസ്ഥാനം വരുന്ന ന്യൂഡൽഹിയാണ്. ഏതാണ്? CBN ആണോ, കസ്റ്റംസ് ആണോ, സെൻട്രൽ എക്സൈസ് ആണോ, NCB ആണോ? ഉത്തരം കണ്ടെത്താനായിട്ട് ശ്രമിച്ചു നോക്കിയേ. കിട്ടിയോ? സിമ്പിൾ അല്ലേ? 1986 മാർച്ച് 17 രൂപം കൊള്ളുന്ന എന്താണ്ടാ? NCB ആണ് അല്ലെ? NCB ആണ്. അതുപോലെ തന്നെ നമ്മുടെ NCBയുടെ ഫുൾ ഫോം നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കണം. കാരണം നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ആണ് കേട്ടോ. നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ആണ്. ആ കാര്യം ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. നമുക്ക് ചിലപ്പോൾ അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നമുക്കത് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകും. അത് നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കുക. നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ആണ്. ഓക്കെ, നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ആണ് NCB എന്ന് പറഞ്ഞത്. അപ്പൊ NCB 1986 മാർച്ച് 17 രൂപം കൊള്ളുന്നത്. NDPS ആക്ടിലെ വകുപ്പ് ഏതാണ്? 4-ൽ 3 പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്? NCB രൂപം കൊള്ളുന്നത്. ആസ്ഥാനം വരുന്നത് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് അല്ലെ? ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കുക. അതുപോലെ തന്നെ ഇലക്ട്രോണിക് റെക്കോർഡുകളുടെ നിയമപരമായിട്ടുള്ള അംഗീകാരത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന IT ആക്ടിലെ വകുപ്പ് ഏതാണ്? ഇലക്ട്രോണിക് റെക്കോർഡുകളുടെ നിയമപരമായിട്ടുള്ള അംഗീകാരത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന IT ആക്ടിലെ വകുപ്പ് ഏതാണ്? ഉത്തരം കിട്ടിയോ? 19ാമത്തെ ചോദ്യം. ഇലക്ട്രോണിക് റെക്കോർഡുകളുടെ നിയമപരമായിട്ടുള്ള അംഗീകാരത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന IT ആക്ടിലെ വകുപ്പ് ഏതാണ്? 19ാമത്തെ ചോദ്യം. കിട്ടിയോ? വകുപ്പ് സി ആണ് അല്ലെ? വകുപ്പ് ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. വകുപ്പ് 4 ആണ്. ഇലക്ട്രോണിക് റെക്കോർഡുകളുടെ നിയമപരമായിട്ടുള്ള അംഗീകാരത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത് IT ആക്ടിലെ വകുപ്പ് 4 ആണ്. സെറ്റ് അല്ലേ? അപ്പൊ നമ്മുടെ 20ാമത്തെ ചോദ്യം, നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കിടക്കുകയാണ്.
തീവ്രവാദം, തട്ടിപ്പ് തുടങ്ങിയവ ലക്ഷ്യമിട്ടുകൊണ്ട് സൈബർ ലോകത്തെ ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ നടത്തുന്നവരെ വിളിക്കുന്ന പേര് എന്താണെന്നാണ് ചോദ്യം. മനസ്സിലായല്ലോ? തീവ്രവാദവും തട്ടിപ്പും ഒക്കെ ചെയ്യുന്നവരെ സൈബർ ലോകത്ത് വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദ്യം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനായിട്ട് കഴിയും അല്ലെ? എന്താണ് ഉത്തരം വരുന്നത്? ഉത്തരത്തിലേക്ക് കടക്കാം. നിങ്ങൾ നിങ്ങളുടെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തു എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. കൃത്യമായിട്ട് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്ക് നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കും. അതിപ്പോൾ 20 മാർക്കിന് നിങ്ങൾക്ക് 5 മാർക്ക് ആയിക്കോട്ടെ, 10 ആയിക്കോട്ടെ, 15 ആയിക്കോട്ടെ, 20 ആയിക്കോട്ടെ, എത്ര ആയാലും എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമ്മുടെ ക്ലാസ് കാണുന്ന ആരെങ്കിലും വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുന്നുള്ള കാര്യത്തിൽ ഉറപ്പുവരുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിലൂടെ ഉറപ്പുവരുത്തുക. ഓക്കെ, അപ്പോൾ നമ്മൾ 20ാമത്തെ ചോദ്യത്തിന് ഉത്തരത്തിലേക്ക് കടക്കുകയാണ്. എന്താണ് ഉത്തരം വരുന്നത്? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് ആണ് അല്ലെ? നമുക്ക് ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് ഉണ്ട്, വൈറ്റ് ഉണ്ട്, ഗ്രേ ഉണ്ട്, എത്തിക്കൽ ഹാക്കേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ 20ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് ആണ്. അപ്പോൾ എന്തായാലും 20 മാർക്കിന് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ക്ലാസ്സുകളെ കുറിച്ചുള്ള അഭിപ്രായം കൂടി കമന്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ക്രാഷ് ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയും അപ്ഡേറ്റുകളും ക്ലാസ്സുകളും ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.